Hi dears, welcome to ACS online class. മിസ് നമ്മൾ പുതിയ ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. എല്ലാം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പേജ് നമ്പർ 93. ഓക്കെ, ചാപ്റ്റർ 7 മെഷർമെന്റ്സ്. നമ്മൾ കുറച്ച് വാക്കുകളൊക്കെ പഠിക്കാൻ പോവാം കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ചില്ലേ, അതുപോലത്തെ കുറച്ച് വാക്കുകൾ. ലോങ് ഷോർട്ട്. ഓക്കെ, വലുത് ചെറുത് അല്ലേ. ടോൾ ഷോർട്ട്, നീളമുള്ളത് ചെറുത്. ഓക്കെ, രണ്ട് നമുക്കറിയാം ഓരോ വാക്കുകളുടെ കൂടെ എന്താണ് രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യാനാണെങ്കിൽ ER വരും അല്ലെ. ലോങ്ങറും ഷോർട്ടറും. രണ്ടിൽ കൂടുതൽ വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോഴോ ലോങ്ങസ്റ്റ് എന്നും ഷോർട്ടസ്റ്റ് എന്നും പറയും അല്ലെ. അത് തന്നെ ടോളിന്റെ ഷോർട്ടിലെയും കാര്യത്തിലുണ്ട്. രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടോളർ ഷോർട്ടർ. രണ്ടിൽ കൂടുതൽ വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോൾ ടോളസ്റ്റ് ഷോർട്ടസ്റ്റ് എന്ന് പറയും അല്ലെ. ഇതൊക്കെ മിസ് ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. പേജ് നമ്പർ 93 എടുത്തേ. ഫസ്റ്റ് ബോക്സിൽ കണ്ടോ ലോങ്ങർ ഷോർട്ടർ കണ്ടില്ലേ. രണ്ട് പെൻസിൽസാ. ഏറ്റവും ചെറുതേതാ? ചെറുതിനെ ഷോർട്ട് എന്ന് പറയും അല്ലേ. അപ്പോൾ രണ്ട് പെൻസിൽസിനെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഏറ്റവും ചെറിയ പെൻസിലായി അതിനെ ഷോർട്ടർ, വലുതിനെയോ ലോങ്ങർ. സെക്കൻഡ് ഫിഗറിൽ എന്താണ്? രണ്ട് ഏണികളാണ് അല്ലെ. ഫസ്റ്റ് നീളമുള്ളത് വലുതായതുകൊണ്ട് എന്താണ് ലോങ്ങർ, ചെറുതോ ഷോർട്ടർ അല്ലെ. ഒരെണ്ണം മാത്രമേ ഉള്ളൂങ്കിൽ ലോങ്ങും ഷോർട്ടെന്നും പറഞ്ഞേനെ. രണ്ടെണ്ണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് നീളത്തിന്റെ വലിപ്പത്തിന്റെ കാര്യത്തിൽ കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് ലോങ്ങർ ഷോർട്ടർ എന്ന് പറയുന്നത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, ടിക്ക് ദ ലോങ്ങർ. വലുത് ഏതാണ്, ലോങ്ങർ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ടിക്ക് ചെയ്യുക. ഫസ്റ്റ് രണ്ട് ലീവ്സ് ഉണ്ട്, വലുത് ഏതാണ്? സെക്കൻഡ് വൺ, അപ്പൊ ടിക്ക് ചെയ്യുക. ഇനി രണ്ട് ബ്രൂംസ് ഉണ്ട്, വലുത് ഏതാണ്? ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പൊ ലോങ്ങർ ഇതാണ്, ലോങ്ങർ ടിക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ടിക്ക് ദ ഷോർട്ടർ. ഇനിയുള്ളതെല്ലാം ഷോർട്ടർ ടിക്ക് ചെയ്യാനാണ്. ഷോർട്ടർ ഏതാണ്? ഫസ്റ്റ് രണ്ട് ഫിഗേഴ്സിൽ ഷോർട്ടർ ഏതാണ്? രണ്ട് കയറാണ് അല്ലെ. ഷോർട്ടർ ഏതാണ്? സെക്കൻഡ് വൺ ആണ്, സെക്കൻഡ് വൺ ടിക്ക് ചെയ്യുക. അടുത്ത രണ്ട് വടികളാണ് അല്ലെ, രണ്ട് സ്റ്റിക്സ് ആണ്. അതിൽ ഏറ്റവും ഷോർട്ടർ ഏതാണ്? സെക്കൻഡ് വൺ ടിക്ക് ചെയ്യുക. ഓക്കെ, ലോങ് എന്ന് വെച്ചാൽ നീളമുള്ളതും ഷോർട്ട് എന്ന് വെച്ചാലോ നീളം കുറഞ്ഞതും. ലോങ്ങസ്റ്റ് ഷോർട്ടസ്റ്റ് കണ്ടോ, രണ്ടിലധികം വസ്തുക്കളെ കമ്പയർ ചെയ്യാണ്. അപ്പോൾ ലോങ്ങസ്റ്റ് എന്നും ഷോർട്ടസ്റ്റ് എന്നും. ഫസ്റ്റ് ഫിഗറിൽ ലോങ്ങസ്റ്റ് കണ്ടോ, ഏറ്റവും ചെറിയ ഷോർട്ടസ്റ്റ് കണ്ടോ. ഇനി അടുത്തത് ടിക്ക് ദ ലോങ്ങസ്റ്റ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ളത് തന്നെ ടിക്ക് ചെയ്യുക. നമുക്ക് ഏറ്റവും ലോങ്ങസ്റ്റ് ഏതാണ്? നടുക്ക് കിടക്കുന്നതാണ് അല്ലേ. നടുക്കത്തെ ആ ബോക്സിൽ ടിക്ക് ചെയ്യുക. ഇനി അടുത്ത നമുക്ക് ഈ മൂന്ന് എന്താണ്? ഈ മൂന്നിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ഏതാണ്? ഫസ്റ്റ് വൺ ആണ് അല്ലെ. ഫസ്റ്റ് ചോളമാണ് ഏറ്റവും ലോങ്ങസ്റ്റ്, സോ അവിടെ ടിക്ക് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടിക്ക് ദ ഷോർട്ടസ്റ്റ്. ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ എന്താണ്? ഷോർട്ടസ്റ്റിനെ ടിക്ക് ചെയ്യാനാണ്. അപ്പൊ ഈ മൂന്ന് വടികളിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണ്? സെക്കൻഡ് വൺ. അപ്പൊ സെക്കൻഡ് വൺ അവിടെ ടിക്ക് ചെയ്യുക, പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുക. ഇനി അടുത്തത് ടോളർ ഷോർട്ടർ അല്ലെ. പൊക്കമുള്ളതും പൊക്കം കുറഞ്ഞതും അല്ലെ. ഫസ്റ്റ് ഫിഗറിൽ രണ്ട് ജിറാഫ്, അത് ഏറ്റവും ടോളർ ആയിട്ടുള്ളത് ഏതാണ്? മറ്റേ ജിറാഫിനെ അപേക്ഷിച്ച് പൊക്കമുള്ളതായതുകൊണ്ട് ടോളർ അല്ലെ. ടോളർ, മറ്റേതോ ഷോർട്ടർ. രണ്ട് വ്യക്തികളാണ്. ആദ്യത്തെ വ്യക്തിക്ക് പൊക്കം കൂടുതലായതുകൊണ്ട് ടോളർ അല്ലെ, മറ്റേതോ ഷോർട്ടർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടിക്ക് ദ ടോളർ. ഈ രണ്ട് ബേർഡ്സിൽ രണ്ട് പൊക്കമുള്ളത് ഏറ്റവും കൂടുതൽ പൊക്കമുള്ള ബേർഡ് ഏതാണ്? സെക്കൻഡ് ആണ് അല്ലെ. സെക്കൻഡ് ബേർഡ് ആണ്. അപ്പൊ ആ ബേർഡിന് ടിക്ക് കൊടുക്കുക. ടിക്ക് ദ ടോളർ എന്നല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നേ. അപ്പൊ ടോളർ ആയിട്ടുള്ള ആ സെക്കൻഡ് ബേർഡിന് ടിക്ക് കൊടുക്കുക. രണ്ട് കൗസ് ആണ്. ആ രണ്ട് കൗസിൽ ടോളർ ആയിട്ടുള്ളത് ആരാണ്? ഏറ്റവും പൊക്കമുള്ള ആരാണ്? ഫസ്റ്റ് വൺ ടിക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ടിക്ക് ദ ഷോർട്ടർ. കണ്ടില്ലേ, ഇനിയുള്ള രണ്ട് ബോക്സിലുള്ള ആ ഫിഗേഴ്സിൽ ഷോർട്ടർ ആയിട്ടുള്ളത് ഏതാന്ന് കണ്ടുപിടിച്ച് ടിക്ക് ചെയ്യാനാണ്. നമുക്ക് രണ്ട് പപ്പീസ്, രണ്ട് ഡോഗ്സ് ആണ് അല്ലെ. രണ്ട് ഡോഗ്സിൽ ഏറ്റവും ഷോർട്ടർ ഏതാണ്? ഫസ്റ്റ് വൺ ആണ് അല്ലെ. ഫസ്റ്റ് വൺ ടിക്ക് ചെയ്യുക. ഇത് രണ്ട് ചെടികളാണ്. ഷോർട്ടർ ഏതാണ്? സെക്കൻഡ് വൺ ആണ്, സെക്കൻഡ് വൺ ടിക്ക് ചെയ്യുക. അപ്പൊ ടോളർ ഏതാന്ന് കണ്ടുപിടിച്ച് ടിക്ക് ചെയ്യുക, ഷോർട്ടർ ഏതാന്ന് കണ്ടുപിടിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് ടിക്ക് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പേജ് നമ്പർ 96, ടോളസ്റ്റ് ഷോർട്ടസ്റ്റ്. ഈ ടോളസ്റ്റും ഷോർട്ടസ്റ്റ് എന്താണ്? രണ്ടിൽ കൂടുതൽ വസ്തുക്കളെ കമ്പയർ ചെയ്യാനുള്ളത് കൊണ്ട് ടോളസ്റ്റ് എന്നും ഷോർട്ടസ്റ്റ് എന്നും. ഫസ്റ്റ് ഫിഗറിൽ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ളത് കണ്ടില്ലേ, ഏറ്റവും ഷോർട്ടസ്റ്റ് കണ്ടോ. ഇനി സെക്കൻഡ് ഫിഗർ നോക്കിക്കേ, ഏതിനാണ് ഏറ്റവും ടോളസ്റ്റ് പൊക്കമുള്ളത്? ഫസ്റ്റ് ആ കാണുന്ന ആ ഒരു മരം. ഏറ്റവും ഷോർട്ടസ്റ്റ് മൂന്നാമത് കാണുന്ന ആ ചെടി. ഇനി ടിക്ക് ദ ടോളസ്റ്റ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള അതിനെ ടിക്ക് ചെയ്യുക. നടുക്കുള്ള ആ ഒരു ബേർഡ് ആണല്ലേ ടോളസ്റ്റ്. ടോളസ്റ്റിനെ അവിടെ ടിക്ക് ചെയ്യുക. ടിക്ക് ദ ഷോർട്ടസ്റ്റ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ആരാണ്? ഫസ്റ്റ് ജോക്കർ ആണല്ലേ. അപ്പൊ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ജോക്കർ ടിക്ക് ചെയ്യുക.
അപ്പൊ ടോളറും ടോളസ്റ്റും ഷോർട്ടസ്റ്റും ഷോർട്ടറും എന്താന്നൊക്കെ പഠിച്ചോ? ലോങ്ങറും എല്ലാം പഠിച്ചോ? ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ എക്സസൈസ് എല്ലാം എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ടിക്ക് ചെയ്താൽ മതി. ഇനി എല്ലാവരും പ്രാക്ടീസ് ബുക്ക് എടുത്തേ. ഓക്കെ, പ്രാക്ടീസ് ബുക്ക് എടുക്കുക. എന്നിട്ട് പേജ് നമ്പർ 66. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് പ്രാക്ടീസ് ബുക്കിൽ ചെയ്യാം. കളർ ദ ലോങ്ങർ ഓഫ് ഈച്ച് പെയർ. ഈ കാണുന്ന ഓരോ പെയറിൽ നിന്ന് നമ്മൾ ലോങ്ങർ ആയിട്ടുള്ളതിനെ കണ്ടുപിടിച്ച് കളർ ചെയ്യണം. ഇഷ്ടമുള്ള ക്രയോൺസ് യൂസ് ചെയ്ത് കളർ ചെയ്യാം. ഫസ്റ്റ് പെയർ എന്താണ്? 2 പെൻസിൽസ് ആണ്. ഏറ്റവും ലോങ്ങർ ഏതാണ്? ലോങ്ങർ പെൻസിലിന് കളർ ചെയ്യുക. ഇനിയോ 2 സ്നേക്സ് ആണ്. ലോങ്ങർ സ്നേക്കിന് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഇനിയോ 2 തടിയുടെ പീസുകളാണ്. ആ പീസുകളിൽ ഏറ്റവും ലോങ്ങർ ആയിട്ടുള്ളതിന് കളർ ചെയ്യുക. ഇനിയോ ഇനി ഒരു പേസ്റ്റും ഒരു ബ്രഷും ആണ്. കൂടുതൽ നീളമുള്ളത് ഏതിനാണ്? ലോങ്ങർ ആയിട്ടുള്ള ഏതിനാണ്? ബ്രഷിനാണ്. ബ്രഷിന് കളർ ചെയ്യുക. ഇഷ്ടമുള്ള കളർ ക്രയോൺസ് യൂസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി കളർ ദ ടോളർ ഓഫ് ഈച്ച് പെയർ. ഇനി താഴെ കാണുന്നതിന് എന്ത് ചെയ്യണം? ടോളർ ആയിട്ടുള്ള പൊക്കമുള്ളതിന് എന്ത് ചെയ്യണം? വലുതിന് എന്ത് ചെയ്യണം? കളർ കൊടുക്കണം. ഫസ്റ്റ് 2 ട്രീസിൽ ഏറ്റവും ടോളർ ആയിട്ടുള്ള ഏതാണ്? ഫസ്റ്റ് ട്രീ ആണ്. ഫസ്റ്റ് ട്രീ കളർ ചെയ്യുക. ഇനി 2 കുട്ടികൾ നിൽക്കുകയാണല്ലേ. ഏറ്റവും പൊക്കമുള്ള കുട്ടി ഏതാണ്? ഫസ്റ്റ് ഗേൾ ആണ്. ആ ഗേളിന് ഇഷ്ടമുള്ള കളർ ക്രയോൺസ് യൂസ് ചെയ്ത് കൊടുക്കാം. അവിടെ ടവേഴ്സ് ആണ്. ടവേഴ്സിൽ പൊക്കമുള്ള ടവറിന് എന്ത് ചെയ്യണം? കളർ കൊടുക്കണം. 2 ജിറാഫ് ആണ്. പൊക്കമുള്ള ജിറാഫിന് കളർ കൊടുക്കണം. ഇനി പേജ് നമ്പർ 67. നമ്പർ ദ പെൻസിൽസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ലെങ്ത്. എന്താണ്? ലെങ്ത്തിന്റെ നീളത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്താണ്? അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്? കുറവിൽ നിന്ന് കൂടുതലോട്ട് നമ്മൾ 1 2 3 അങ്ങനെ അസെൻഡിങ് ഓർഡർ. എന്താണ്? 1 കഴിഞ്ഞാൽ അടുത്ത വലിയ നമ്പർ 2 ആണ്. 2 കഴിഞ്ഞാൽ അടുത്ത വലിയ നമ്പർ 3 ആണല്ലേ. അപ്പൊ ചെറുതിൽ നിന്ന് വലുതിലോട്ട് നമ്മൾ കൂട്ടി കൊടുക്കുകയാണ് അല്ലെ. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകുന്നതിനെയാണ് അസെൻഡിങ് ഓർഡറിൽ പോകുക എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത്തിന്റെ കാര്യത്തിൽ അസെൻഡിങ് ഓർഡർ നമ്മൾ നമ്പർ ചെയ്യാനാ പറയുന്നത്. അപ്പൊ ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? നീളം. നീളത്തിന്റെ കാര്യത്തിൽ എന്താണ്? ഏറ്റവും ചെറുതിന് നമ്പർ 1 കൊടുക്കുക. അതിനെക്കാട്ടി കുറച്ചുകൂടെ വലുതിന് നമ്പർ 2 കൊടുക്കുക. അതിനെക്കാട്ടി കുറച്ചുകൂടെ വലുതിന് നമ്പർ 3 കൊടുക്കുക അല്ലെ. ഏറ്റവും ചെറുത് ആദ്യം, പിന്നെ അങ്ങോട്ട് കൂടുന്ന നീളം കൂടുന്നതനുസരിച്ച് കൂടുതൽ നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിൽ എഴുതി പോവുക അല്ലെ. അപ്പൊ കണ്ടോ? നമ്പർ ദ പെൻസിൽസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ലെങ്ത്. കുറച്ച് പെൻസിൽസ് ഉണ്ട്. ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങി കൂടി പോകുന്ന ലെങ്തിന്റെ കാര്യം, നീളം കൂടുന്ന അനുസരിച്ച് നമുക്ക് നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിൽ എഴുതി കൊടുക്കാം. അപ്പൊ ഏറ്റവും നീളം കുറഞ്ഞ പെൻസിൽ ഏതാണ്? 5ാമത് കിടക്കുന്നതാണ് ഏറ്റവും നീളം കുറഞ്ഞ പെൻസിൽ. അപ്പൊ ആ പെൻസിലിന്റെ ബോക്സിന്റെ അവിടെ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് ഈ നമ്പർ 1 എന്ന് കൊടുക്കുന്ന ആ പെൻസിലിനെക്കാട്ടി കുറച്ചുകൂടെ നീളമുള്ള പെൻസിൽ ഏതാണ്? 2ാം സ്ഥാനത്ത് കിടക്കുന്ന പെൻസിലാണ്. അപ്പൊ ആ ബോക്സിൽ 2 എന്ന് കൊടുക്കുക. ഇനി അതിനെക്കാട്ടി കുറച്ചുകൂടി നീളം ഉള്ളത് ഏതാണ്? 3ാം സ്ഥാനത്ത് കിടക്കുന്ന പെൻസിലാണ്. അപ്പൊ ആ ബോക്സിൽ 3 എന്ന് കൊടുക്കുക. ഇനി 4ാം സ്ഥാനത്ത് വരുന്ന പെൻസിൽ ഏതായിരിക്കും? ഏറ്റവും ആദ്യം കിടക്കുന്ന പെൻസിലാണ്. അപ്പൊ അതിന് 4, ആ ബോക്സിൽ 4 എന്ന് കൊടുക്കുക. അതിനെക്കാട്ടി കുറച്ചുകൂടി നീളമുള്ളത് ഏതാണ്? ഏത് വരും? നമ്പർ 5 ആയിട്ട് കൊടുക്കാൻ പറ്റിയ പെൻസിൽ ഏതാണ്? എന്താണ്? ഏറ്റവും താഴത്തെ പെൻസിലാണ് അല്ലേ. നമ്പർ 5. ഇനി കൂടുതൽ ഏറ്റവും നീളമുള്ള പെൻസിൽ ഏതാണ്? 4ാം സ്ഥാനത്ത് വെക്കുന്ന നീളമുള്ള പെൻസിലാണ് ഏറ്റവും നീളമുള്ള പെൻസിൽ. അപ്പോൾ അവിടെ അതിന് നമ്പർ 6 എന്ന് കൊടുക്കുക. അപ്പൊ നമ്മൾ നീളം കൂടുന്ന അനുസരിച്ച് നമ്പറുകൾ എന്ത് ചെയ്തു? അസെൻഡിങ് ഓർഡറിൽ എഴുതി കൊടുത്തു അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നമ്പർ ദ പൈപ്സ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ലെങ്ത്. എന്താണ്? ഈ ലെങ്തിന്റെ ഡിസെൻഡിങ് ഓർഡർ അല്ലെ. നീളം എന്താണ്? ഡിസെൻഡിങ് ഓർഡർ അനുസരിച്ച്. ഡിസെൻഡിങ് എന്ന് വെച്ചാൽ എന്താണ്? വലുതിൽ നിന്ന് ചെറുതിലോട്ട് വരുന്നതിനെയാണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ലെങ്തിന്റെ കാര്യത്തിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ നമ്പർ ചെയ്യാനാ പറയുന്നത്. അപ്പൊ ഏറ്റവും നീളമുള്ള ആ ഒരു എന്താണ് പൈപ്പിന് നമ്പർ 1 കൊടുക്കും അല്ലെ. പിന്നെ ഡിസെൻഡിങ് ഓർഡറിൽ നീളം കുറയുന്നതനുസരിച്ച് അടുത്തടുത്ത നമ്പർ കൊടുത്തു പോകും അല്ലെ. അപ്പോൾ 3ാമത് കിടക്കുന്ന ഏറ്റവും നീളമുള്ള ആ പൈപ്പിനാണ് നമ്പർ 1. ഏറ്റവും നീളമുള്ള പൈപ്പ് അല്ലേ, അതല്ലേ ഏറ്റവും വലുത്. അപ്പൊ അതിന് 1 കൊടുക്കുക. അതിനേക്കാൾ കുറച്ചുകൂടി ചെറുത് ഏതാണ്? ഏത് വരും? 4ാമത് കിടക്കുന്ന പൈപ്പ് അല്ലെ. അപ്പൊ നമ്പർ 2 കൊടുക്കും അവിടെ. ഇതിനേക്കാൾ കുറച്ചുകൂടി ചെറുത് ഏത് വരും? ലാസ്റ്റ് 1 അല്ലെ. ലാസ്റ്റ് കിടക്കുന്ന പൈപ്പ്, അതിന് 3 കൊടുക്കുക. ഇനി അതിനേക്കാൾ കുറച്ചുകൂടി ചെറുത് ഏതാണ്? ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന പൈപ്പ്, അപ്പൊ അതിന് 4 കൊടുക്കുക. അതിനേക്കാൾ ചെറുത് ഏതാണ്? 2ാമത് കിടക്കുന്ന പൈപ്പ്, അപ്പൊ അതിന് 5 എന്ന നമ്പർ ബോക്സിലേക്ക് കൊടുക്കുക.
ഏറ്റവും ചെറിയ പൈപ്പ് ഏതാണ്? 5ാമത് കിടക്കുന്ന പൈപ്പാണ് ഏറ്റവും ചെറുത്. അപ്പോൾ അതിന് 6 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലെങ്ത്തിന്റെ കാര്യത്തിൽ നമുക്ക് അസെൻഡിങ് ഓർഡർ, നീളം കൂട്ടി 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 അസെൻഡിങ് ഓർഡർ നമ്പർ എഴുതി കൊടുത്തു. ഇനി അടുത്ത പൈപ്പിന്റെ കാര്യത്തിൽ എന്താണ്? എന്ത് ചെയ്തു? ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ലെങ്ത് കുറയുന്നതനുസരിച്ച് നമ്മൾ ഡിസെൻഡിങ് അല്ലേ, ലെങ്ത് കുറഞ്ഞു വരുന്നത് നമ്മൾ നമ്പർ അറേഞ്ച് ചെയ്ത് കൊടുത്തല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ആ വർക്കുകളെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക, നോട്ട് ബുക്കിൽ ആ വർക്കുകൾ, ഈ പ്രാക്ടീസ് ബുക്കിലെ വർക്കുകളെല്ലാം പ്രാക്ടീസ് ബുക്കിൽ ചെയ്യുക. എല്ലാം പെൻസിലും ക്രയോൺസും യൂസ് ചെയ്ത് ചെയ്യാവുള്ളൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.